ആഗസ്റ്റ് 4 ഞായർ മുതൽ ആഗസ്റ്റ് 10 ശനി വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. മേടക്കൂറ്: അശ്വതി, ഭരണി, കാർത്തികകാല്. കർമ്മരംഗം പുഷ്ടിപ്പെടും. കിട്ടാക്കടങ്ങൾ കിട്ടും. സന്താനങ്ങൾ സഹായിക്കും. റിയൽ എസ്റ്റേറ്റ്, കോൺട്രാക്ട് ജോലിയിൽ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടവക്കൂറ്: കാർത്തിക മുക്കാല്, രോഹിണി, മകീരം അര നക്ഷത്രങ്ങൾ. കുടുംബത്തിൽ ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകും. വിദേശത്ത് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കാൻ പറ്റിയ സമയമാണിത്. ബിസിനസ് രംഗത്തുള്ളവർ ശോഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് നല്ല സമയമാണ്. എല്ലാ തൊഴിൽ രംഗത്തു നിന്നും എല്ലാവർക്കും നല്ല ധനം ലഭിക്കും. ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും മികച്ച പ്രതികരണമായിരിക്കും ഈ ഒരു ആഴ്ച. മിഥുനക്കൂറ്: മകീര അര, തിരുവാതിര, പുണർന്ന മുക്കാല്. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അത് ലഭിക്കും. താൽക്കാലിക ജോലി ചെയ്യുന്നവർക്കും അതിൽ നിന്ന് നേട്ടമുണ്ടാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളും സഹായിക്കും. തീർത്ഥയാത്രകൾ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും സാധിക്കും. തൊഴിലിൽ നിന്നും നല്ല ധനം ലഭിക്കും. എന്നാൽ അനാവശ്യ ചെലവുകൾ വന്നുപെട്ടേക്കാം. അടുത്ത് കർക്കിടകക്കൂറ്: പുണർന്നംകാല്, പൂയം, ആയില്യം. പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങരുത്. നിലവിലുള്ള തൊഴിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയാൽ സാമാന്യ ധനം അതിൽ നിന്ന് തന്നെ ലഭിക്കും. സഹപ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുവിട്ടേക്കും. കുടുംബത്തെ സാമാന്യം മോശപ്പെട്ട കാലാവസ്ഥയായിരിക്കും. ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. എന്നാൽ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. ചിങ്ങക്കൂർ: മകം, പൂരം, ഉത്രം കാല്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. അവർ പുതിയ നല്ല കോഴ്സുകളിലൊക്കെ ചേർന്ന് പഠിക്കാനുള്ള അവസരം കിട്ടും. വിദേശത്ത് പോയവർ തിരികെ വരും. പുതിയ കൂട്ടുസംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങരുത്. തൊഴിൽ രംഗം സജീവമായി അതിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കന്നിക്കൂറ്: ഉത്രം മുക്കാല്, അത്തം, ചിത്തിരേര. തൊഴിൽ രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും. മനസ്സുഖം കുറയും. ഉള്ള തൊഴിൽ ചിലപ്പം നഷ്ടപ്പെട്ടേക്കാം. കോടതി വ്യവഹാരങ്ങളിൽ പരാജയം സംഭവിക്കും. ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് അപവാദം കേൾക്കേണ്ടി വന്നേക്കാം. തുലാം: ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. നിലവിലുള്ള ജോലി മാറി പുതിയ നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യ ചിലവുകൾ വന്നുപെട്ട് പണത്തിന് ഞെരുക്കം അനുഭവപ്പെടും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃശ്ചികക്കൂറ്: വിശാഖം കാല്, അനിഴം, തൃക്കേട്ട. പൊതുപ്രവർത്തകർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല കാലഘട്ടമാണിത്. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. കുടുംബത്ത് മനസമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് ഈ കൂറുകാർക്ക്. ധനുക്കൂറ്: മൂലം, പൂരാടം, ഉത്രാടം കാല്. തൊഴിൽ രംഗത്ത് എതിരാളികൾ വന്നുവിടും. കൂട്ടു ബിസിനസ് വഴി നഷ്ടം വന്നുവിട്ടേക്കാം. വിദ്യാർത്ഥികൾക്ക് മോശം സമയമാണിത്. സർക്കാർ ജോലിക്കാർക്ക് വലിയ കുഴപ്പം കൂടാതെ കാര്യങ്ങൾ കടന്നുപോകും. ആരോഗ്യനില മോശപ്പെട്ട കാലഘട്ടമാണിത്. ചെറിയ അസുഖങ്ങളൊക്കെ വന്നു വിട്ടേക്കാം. മകരക്കൂറ്: ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം വര. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും ഉണ്ടാകും. എന്നാൽ അയൽവക്കക്കാരുമായി അഭിപ്രായ വ്യത്യാസവും വാക്കുതർക്കങ്ങളും ഉണ്ടായേക്കാം. സന്താനങ്ങളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുവിടും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. കുംഭക്കൂറ്: അവിട്ടം വര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. കർമ്മരംഗത്ത് അലസതയുണ്ടാകും. ചെയ്യേണ്ട പല ജോലികളും പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റാതെ വരും. അതുവഴി സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. സാമ്പത്തികമായിട്ട് ഈ ആഴ്ച വളരെ മോശപ്പെട്ട സമയമാണ്. എന്നാൽ സർക്കാർ ജോലിക്കാർക്ക് പറയത്തക്ക പ്രയാസങ്ങൾ അനുഭവപ്പെടുകയില്ല. മീനക്കൂറ്:
പൂരിട്ടാതി കാല ഉത്രട്ടാതി രേവതി. വിദേശത്തുള്ളവർ തിരികെയെത്തും. തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും. ആരോഗ്യം തൃപ്തികരം. എന്നാൽ ബന്ധുജന വിയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.